വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ കഴിയും, ഇത്തവണ ഒരിക്കലും ഒരു തുടർ ഭരണം ഉണ്ടാകില്ല എന്ന്. തീർത്തും UDF ആയിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത്. അതിന് പല കാരണങ്ങളാണ്. 2016 വന്ന LDFിൻ്റെ സർക്കാരല്ല ഒരുപക്ഷെ 2021 അധികാരമേറ്റ LDF സർക്കാർ എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം 2021 കേരള ജനത വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഒരു തുടർ ഭരണത്തിലേക്ക് LDFനെ കയറ്റിവിട്ടത്. പക്ഷേ ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള ഓരോ കാഴ്ചപ്പാടുകൾ, അഴിമതിയാവട്ടെ അല്ലെങ്കിൽ സ്വജനപക്ഷമാവട്ടെ, ഇതൊക്കെ LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വലിയ രീതിയിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ എടുത്തത്. ഒരുപക്ഷെ BJP എന്താണോ ചെയ്യുന്നത് അത് LDF നടപ്പിലാക്കുന്ന ഒരു അവസ്ഥാവിശേഷം പല സമയങ്ങളിലും കേരളത്തിലുണ്ടായി. നമുക്കറിയാം, അവസാനമായി ഒരൊറ്റ ഉദാഹരണം എടുത്ത് പറഞ്ഞാൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള വിജയം UDFന് സംസ്ഥാനത്തുണ്ടായി. അവിടെ LDFിൻ്റെ ഒരു മന്ത്രി പറഞ്ഞത് എന്താണ്? മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്നാണ് പറഞ്ഞത്. അത് എത്ര വലിയ വർഗീയതയാണ് അദ്ദേഹം ആ ഒരു വാക്കിലൂടെ പറഞ്ഞത് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് കേരള ജനത ഒരുപക്ഷെ LDFനെ തുടർ ഭരണത്തിന് തിരഞ്ഞെടുക്കാത്തത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും ഒരു UDFിൻ്റെ സർക്കാരായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.